ബ്രാഹ്മണന് ഈശ്വരകർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണന് വേണ്ട സൗകര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കണം? അങ്ങനെയുള്ളവനാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. വേണ്ടതുപോലെ ധർമ്മത്തിനനുസരിച്ച് ജനങ്ങളെ വല്ലാതെ പിഴിയാതെയും ന്യായമായിട്ടുള്ള ലാഭം മാത്രം എടുത്ത് കൂടുതൽ ധനാർജനം ചെയ്ത് ധനം സമ്പാദിച്ച് ആ ധനം സ്വന്തം സുഖത്തിനു വേണ്ടി ഉപയോഗിക്കാതെ സമൂഹത്തിനു വേണ്ടി വിട്ടുകൊടുക്കുന്നവനാണ് വൈശ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവനെ വൈശ്യനാവൂ. കോടീശ്വരനായതുകൊണ്ട്, വലിയ കച്ചവടക്കാരനായതുകൊണ്ട് അവൻ വൈശ്യനാവില്ല. വൈശ്യനാവണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് താൻ സമ്പാദിക്കുന്ന ധനത്തിന്റെ സിംഹഭാഗവും സമൂഹത്തിന് വേണ്ടി ചെലവാക്കുന്നവനായിരിക്കണം. പക്ഷെ എപ്പോഴും കൂടുതൽ ധനം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ് വൈശ്യൻ. ശൂദ്രൻ എന്ന് പറയുന്നവരോ അവര് ഈ മൂന്ന് കൂട്ടരെയും സേവിക്കുന്നു. ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വേണ്ട വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നവൻ ശൂദ്രൻ. ഇത് ഒന്നില് മീതയോ ഒന്ന് താഴെയോ അല്ല. അവിടെയാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. ബ്രാഹ്മണൻ ഉയർന്നവനും ശൂദ്രൻ താഴ്ന്നവനും അല്ല. ഭഗവാന്റെ ശരീരത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്ന് 4 വർണ്ണങ്ങളുണ്ടായി എന്ന് പറയുന്നു. ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹുരാജന്യകൃതഃ ഊരോ തദസ്യ യദ്വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. മുഖം ബ്രാഹ്മണനാണ് ഭഗവാന്റെ, കൈകൾ ക്ഷത്രിയനാണ്. അല്ലെങ്കിൽ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി, പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഇതില് ഏതിനെങ്കിലും ഒരു കൂടുതൽ മഹത്വം നമുക്ക് പറയാൻ പറ്റുമോ? മുഖമാണ് ഏറ്റവും നല്ലത്, വേറൊന്നും വേണ്ട, മുഖം മാത്രം മതി. ഈ കഴുത്തിന്റെ മുകളിലുള്ള ഭാഗം മാത്രം മതി. വല്ല കാര്യമുണ്ടോ? ഈ ശരീരത്തിൽ നിന്ന് ഈ തല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പ്രവർത്തന ശക്തിയുണ്ടോ? ഈ തലയെ നിലനിർത്തുന്നത് ആരാ? കാല് മുതൽ കഴുത്ത് വരെയുള്ള അവയവങ്ങളാണ്. അതായത് ബ്രാഹ്മണനെ ബ്രാഹ്മണനായിട്ട് നിലനിർത്താൻ ശൂദ്രൻ ആവശ്യമുണ്ട്, വൈശ്യനും വേണം, ക്ഷത്രിയനും വേണം. ഈ 4 വർണ്ണങ്ങളും വേണ്ടതുപോലെ യോജിച്ചാൽ മാത്രമേ ഈ ലോകത്തിന് സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പുള്ളൂ. അത് മനസ്സിലാക്കണം. കൈകളാണ് ക്ഷത്രിയൻ, അപ്പൊ കൈ മാത്രം മതിയോ? പോരാ. തൊടകളാണ് വൈശ്യൻ, ആ ഭഗവാന്റെ പാദമാണ് ശൂദ്രൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവാന്റെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് എല്ലാവരും പറയുന്നത് തലയ്ക്കല്ല. ഭഗവാന്റെ തലയെ ആരും നമസ്കരിക്കാറില്ല, ഭഗവാന്റെ കൈകളെ ആരും നമസ്കരിക്കാറില്ല, ഭഗവാന്റെ തൊടകളെ നമസ്കരിക്കാറില്ല. ഭഗവാന്റെ എവിടെ നമസ്കരിക്കുക? ഭഗവാന്റെ പാദങ്ങളിലാണ് നമസ്കരിക്കുന്നത്. ഭഗവാന്റെ പാദം ആരാ? ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ഈ ലോകത്തില് അറിവില്ലാത്തവർ, കഴിവില്ലാത്തവർ, ഭാഗ്യഹീനന്മാർ, മന്ദന്മാർ, രോഗികൾ, അശരണർ, പലതരത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കുന്നവർ, അവരാണ് ഭഗവാന്റെ പാദം. ഭഗവാന്റെ പാദപൂജ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ സേവിക്കലാണ്. ഭഗവാനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവന് സമ്പത്ത് കൊടുത്ത് സഹായിക്കുക. അതാണ് ഭഗവാന്റെ പാദപൂജ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, അതാണ് ഭഗവാന്റെ പാദപൂജ. ഉടുക്കാനില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, അതാണ് ഭഗവാന്റെ പാദപൂജ. അവിടെ ജാതി നോക്കരുത്, അവിടെ മതം നോക്കരുത്.
അർഹതയുണ്ടോ എന്ന് മാത്രം നോക്കുക. ദുഃഖം കൊണ്ട്, രോഗം കൊണ്ട് വിഷമിക്കുന്നവൻ, അവൻ ഏത് മതത്തിലോ ജാതിയിലോ പെട്ടവനായിക്കോട്ടെ, അവന് രോഗത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കുക. അതാണ് ഭഗവാന്റെ പാദസേവ. അങ്ങനെ വർണ്ണാശ്രമധർമ്മങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും ഉയർന്ന ബ്രാഹ്മണന് ലഭിക്കുന്ന അതേ അവസ്ഥ തന്നെ ലഭിക്കും. പിന്നെ മനുഷ്യന്റെ ജീവിതം 100 വയസ്സാണ് പരമായുസ്. ഈ 100 വയസ്സ് മുഴുവൻ, 100 വയസ്സ് വരെ അധികം പേരും ജീവിച്ചിരിക്കാറില്ല. 100 വയസ്സ് ആയുസ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ആദ്യത്തെ ഒരു 25 വയസ്സ്, 25 കൊല്ലം വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെക്കണം. ഗൃഹാർത്ഥി സദൃശീം ഭാര്യാം ഉദ്വഹേദജുഗുപ്സിതാം യവീയസീം തു വയസാ താം സവർണാമനുക്രമാൽ. ബ്രഹ്മചാരി വിരക്തനാണെങ്കിൽ വേണമെങ്കിൽ ബ്രഹ്മചാരിക്ക് നേരിട്ട് സന്യാസധർമ്മത്തിലേക്ക് പ്രവേശിക്കാം. അല്ല, കാമവികാരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണെങ്കിൽ എല്ലാ സ്ത്രീകളുടെ അടുത്തും ആ വികാരത്തെ പ്രയോഗിക്കരുത്. ഏതെങ്കിലും ഒരു സ്ത്രീയിൽ മാത്രം ഒതുക്കി വയ്ക്കുക. പുരുഷൻ ഒരു സ്ത്രീയിൽ, സ്ത്രീകളാണെങ്കിൽ ഒരു പുരുഷനിൽ. അതിനാണ് വിവാഹം എന്ന് പറയുന്നത്. എങ്ങനെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം? ഗൃഹാർത്ഥി സദൃശീം ഭാര്യാം ഉദ്വഹേത് അജുഗുപ്സിതാം. ജുഗുപ്സിതയല്ലാത്ത, നിന്ദ്യയല്ലാത്ത പെൺകുട്ടിയെ വേണം സ്വീകരിക്കാൻ. 4 ആള് കണ്ടാലും അറിഞ്ഞാലും ബഹുമാനിക്കുന്ന സ്വഭാവ ഗുണത്തോടുകൂടിയ പെൺകുട്ടിയെ വേണം വിവാഹം കഴിക്കാൻ. തനിക്ക് യോജിക്കുന്നവളായിരിക്കണം. യവീയസീം തു വയസാ. പുരുഷനേക്കാൾ എപ്പോഴും സ്ത്രീക്ക് കുറച്ച് പ്രായം കുറഞ്ഞിരിക്കണം. താം സവർണാം അനുക്രമാൽ. അവരവരുടെ വർണ്ണത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ് ഉത്തമം. വിവാഹം കഴിഞ്ഞാൽ 2 പേരും കൂടി ഈശ്വരനെ സേവിക്കാൻ തുടങ്ങണം. അതാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമത്തില് മൃഗോഷ്ട്രഘരമർക്കാഘു സരീസൃപ് ഖഗമക്ഷികാഹ ആത്മനപുത്രവൽ പശ്യേൽ തൈരേഷാം അന്തരം കിയൽ. മനുഷ്യനെയും ഒട്ടകത്തിനെയും മൃഗങ്ങൾ, പശുക്കളെയും എലിയെയും ചേരയെയും പാമ്പിനെയും കൊതുകിനെയും ഈച്ചയെയും ഇങ്ങനെ സകല ജീവജാലങ്ങളെയും ആത്മനപുത്രവൽപശ്യേൽ, സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിയണം ഒരു ഗൃഹസ്ഥാശ്രമി. അതും ഭക്ഷണം 3-4 തരത്തിൽ പറയുന്നുണ്ട്. അമൃതമാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണം. പ്രമൃതം കർഷണം സ്മൃതം സത്യാനൃതന്തു വാണിജ്യം ശ്വവൃത്തിർനീജ ഋതമുഞ്ചശിലം പ്രോക്തം. 4-5 തരത്തിൽ ജീവിക്കാം എന്നാണ് പറയുന്നത്. ഋതം ഉഞ്ചശിലം പ്രോക്തം. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ജീവിത രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഋതം. അതെന്താ? ഉഞ്ചവൃത്തി, ശിലവൃത്തി. ത്യാഗരാജ മഹാഭാഗവതരൊക്കെ ഉണ്ടായിരുന്നു. ഉഞ്ചവൃത്തിയായിട്ട് സഞ്ചരിച്ച്, കീർത്തനവും പാടി സഞ്ചരിച്ച് ആരെങ്കിലും കൊടുക്കുന്നത് സ്വീകരിക്കുക. ഉഞ്ചവൃത്തി അതാണ്. ചോദിച്ചു വാങ്ങില്ല, ഇങ്ങോട്ട് അറിഞ്ഞു കൊടുക്കുന്നതിനെ സ്വീകരിക്കുക. ധനസമ്പാദനത്തിന് വേണ്ടി പ്രവർത്തിക്കൂല. അതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്. പിന്നെ ശിലവൃത്തി. ഇപ്പോ വയലിലൊക്കെ കൊയ്യുന്ന സമയത്ത് ധാന്യങ്ങൾ കുറെ വീഴും. അത് പോയിട്ട് പെറുക്കി കൊണ്ടുവന്ന് അതുകൊണ്ട് ഉപജീവനം നടത്തുക. ഇതാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഉപജീവനം. ഋതം തു ഋതമുഞ്ചശിലം പ്രോക്തം
പ്രമൃതം യദയാചകം, ആരോടും യാചിക്കാതെ തന്റെ നടന്നുപോയി കൈ നീട്ടുക പോലും ചെയ്യില്ല. ഒരു ഭാഗത്ത് ഇരിക്കുന്നു, ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ സ്വീകരിക്കുന്നു, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നു. അജഗര വൃത്തി പോലെ. പെരുമ്പാമ്പ് അങ്ങനെയാണല്ലോ, ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കും. ഏതെങ്കിലും മൃഗങ്ങളൊക്കെ വന്നാൽ അതിനെ പിടിച്ചു തിന്നും. പിന്നെ ഒരു 6 മാസത്തേക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ആക്ഷേപമൊന്നുമില്ല, കിട്ടുമ്പോൾ ധാരാളം തിന്നും. കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്നോളും. ഭക്ഷണത്തിന് വേണ്ടി ഓടിപ്പോവാറില്ല പെരുമ്പാമ്പ്. ഇതാണ് മൃതമുഞ്ചശിലം പ്രോക്തം അമൃതം യദയാചകം. ആരോടും ചോദിച്ച് വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കില്ല. ഋതമുഞ്ചശിലം പ്രോക്തം അമൃതം യദയാചകം മൃതന്തു നിത്യയാജ്ഞാസ്യാൽ. എന്നും ധനം സമ്പാദിക്കുവാൻ വേണ്ടി അനവരതം പ്രവർത്തിക്കുക, പ്രവർത്തിച്ചിട്ട് ധനം സമ്പാദിക്കുക. അതിനാണ് നിത്യയാജ്ഞ എന്ന് പറയുക. അധിക ആൾക്കാരുടെയും സ്വഭാവം അതാ, നിത്യയാജ്ഞയാണ്. മൃതം, അതായത് ഉദ്യോഗസ്ഥന്മാരൊക്കെ മൃതജീവികളാ. മൃതം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. പണിയെടുക്കുന്നു, പണം സമ്പാദിക്കുന്നു. ഇതിന് മൃതം എന്ന് പറയുന്നു. പ്രമൃതം കർഷണം സ്മൃതം. കൃഷി ചെയ്യുക എന്നുള്ളതിന് പ്രമൃതം എന്ന് പറയുന്നു. അതിൽ കുറെ കൂടി ദോഷമുണ്ടെന്ന്. കാരണം നിലം ഉഴുതുമറിക്കണം. അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട് ജീവികളെ കൊല്ലേണ്ടതായിട്ട് വരും. നെല്ലിൽ ചാഴി വരികയാണെങ്കിൽ മരുന്നടിച്ച് കൊല്ലണം, കൊല്ലാതെ പറ്റുമോ? പ്രമൃതം കർഷണം സ്മൃതം സത്യാനൃതം തു വാണിജ്യം. കച്ചവടത്തിന് പറയുന്നത് സത്യാനൃതം എന്നാണ്. സ്വവൃത്തിർനീചസേവനം. കൊള്ളരുതാത്തവന്റെ കാല് തിരുമുന്നതിന് സ്വവൃത്തി എന്നാണ് പറയുക. അത് വർജയേത്താം സദാ വിപ്രഹ രാജന്യശ്ച ജുഗുപ്സിതാം. ഏറ്റവും നിന്ദ്യമായിട്ടുള്ളതാണ്. അതിനെ ഉപേക്ഷിച്ചേ മതിയാവൂ. സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ആരുടെ സേവ പറയരുത്. ഈ നാവ് നമുക്ക് ഈശ്വരൻ തന്നത് ഈശ്വരനെ പറ്റി സ്തുതിക്കാനാണ്, ഈശ്വരനെ സേവിക്കാനാണ് ഈ നാമം. ഈ നാവ് കൊണ്ട് ലോകത്തിൽ കൊള്ളരുതാത്തവരെ സ്തുതിക്കരുത്. അങ്ങനെ ഉപജീവനം നടത്തുന്നവരെ സ്വവൃത്തി എന്നാണ് പറയുക. നായ്ക്കളെ പോലെ ഏറ്റവും നികൃഷ്ടമാണ് ആ സ്വഭാവം. അത് വർജയേത്താം സദാവിപ്രഹ രാജന്യശ്ച ജുഗുപ്സിതാം. മനുഷ്യരെല്ലാവരും ഉപേക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മണനും ക്ഷത്രിയനും സ്വവൃത്തി ഒരിക്കലും ചെയ്തു പോകരുത്. അപ്പോ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയോട് കൂടിയിട്ട് ഈശ്വരോപാസന നടത്തണം. ഭാര്യയെ മഹാലക്ഷ്മിയായിട്ട് കാണണം, ഭാര്യ ഭർത്താവിനെ മഹാവിഷ്ണുവായിട്ട് കാണണം. അപ്പോഴാണ് ഗൃഹസ്ഥ ധർമ്മം ഗൃഹസ്ഥ ആശ്രമമായി തീരുക. അല്ലാതെ കല്യാണം കഴിഞ്ഞൊരു വീട്ടിൽ താമസിച്ച ഒരു ഗൃഹസ്ഥനൊന്നും ആവുന്നില്ല. അത് കഴിഞ്ഞ് വൈരാഗ്യം, മക്കള് പ്രായമായാൽ അവരെ ഗൃഹകാര്യങ്ങൾ അവരിൽ സമർപ്പിച്ചിട്ട് കാട്ടിലേക്ക് പോകണം. അതാണ് വാനപ്രസ്ഥധർമ്മം.